ഫെയ്ത്ത് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഫെയ്ത്ത് ടോക്ക് എത്തി നിൽക്കുന്നത് സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു കർമ്മലീത്ത മഠത്തിലാണ്. ദ ക്യാമറ നൺ എന്ന പേരിൽ ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയ സിസ്റ്റർ ലിസ്മി CMC ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. കയ്യിലൊരു ക്യാമറയും തോളിൽ ഒരു തുണി സഞ്ചിയും തൂക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെ ശ്രദ്ധേയായ സിസ്റ്റർ ലിസ്മി CMC ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും ഫെയ്ത്ത് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. തന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നവമാധ്യമ ശുശ്രൂഷ ഇന്നിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ക്യാമറ എടുത്ത ഒരു സന്യാസിനി, ദ ക്യാമറ നൺ സിസ്റ്റർ ലിസ്മി CMC. വീഡിയോ എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും ഫോട്ടോഗ്രാഫിയും ഒക്കെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാമെന്ന് പറയാതെ പറയുന്ന ദൈവദാസി. ആർത്രൈറ്റിസ് എന്ന രോഗപീഠയിലും നവമാധ്യമങ്ങളിലൂടെ ഈശോയെ കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നവൾ സിസ്റ്റർ ലിസ്മി CMC ഇന്ന് പുതുതലമുറയ്ക്ക് ഒരു നവപാത തെളിക്കുകയാണ്. ഇന്ന് സിസ്റ്ററിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ചാനലുകൾ വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന നവസുവിശേഷവൽക്കരണത്തിൻ്റെ തുറന്ന വാതായനങ്ങളാണ്. ദൈവത്തെ കൊടുക്കാൻ കുറഞ്ഞ ചിലവിൽ കർമ്മലീത്ത മഠാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ ദൈവപ്രേരണയാലാണ് എന്നത് സത്യമാണ്. അതിൽ ഈ നവസന്യാസിനിയുടെ കഠിനാധ്വാനവും അധികാരികളുടെ പ്രോത്സാഹനവുമുണ്ട്. സിസ്റ്റർ ലിസ്മി CMCയുടെ ജീവിതം ഫെയ്ത്ത് ടോക്കിൻ്റെ പ്രേക്ഷകർക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ. സിസ്റ്ററെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെയ്ത്ത് ടോക്കിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സിസ്റ്ററിനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. സിസ്റ്ററെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണ് ഇപ്പോൾ സിസ്റ്റർ. കയ്യിലൊരു ക്യാമറയൊക്കെ പിടിച്ച് എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരാനായിട്ടൊക്കെ സിസ്റ്ററിന് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മിനിസ്ട്രി തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും അച്ഛാ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ചിന്തിക്കാം, തുടക്കം 2007 ആദ്യമായിട്ടൊരു കുഞ്ഞു ക്യാമറ തുടങ്ങിയത്. സോണി, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് കുഞ്ഞൊരു ക്യാമറ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ സമയം 2 ദിവസം എടുത്തിട്ടാണ് ഞാനൊരു കുഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത്. അതിങ്ങനെ കുറച്ച് ഇമേജസ് ആഡ് ചെയ്തു. പിന്നെ അതിലിങ്ങനെ യോഹന്നാൻ ക്രൂസിൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ അത് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അങ്ങനെ ഒരു വിഷ്വൽസ് ഇങ്ങനെ തീ ആളുന്നതൊക്കെ എടുത്ത് അങ്ങനെയാണ് അതിൽ തുടങ്ങുന്നത്. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാമെന്നോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ ഷോ അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ശരിക്കും. 2007 ശരിക്കും അതിലൊരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ടീച്ചിങ് ഫീൽഡായിരുന്നു. അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് ഇവിടെ ഒരു ഇവാഞ്ചലൈസേഷൻ ത്രൂ മീഡിയ ഇങ്ങനൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് CMC കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്ലോയിസ്റ്റർ കൾച്ചറുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ കോൺഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ശരി. കാരണം 2013 ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറയുന്നു. പക്ഷേ 2016-17 പ്രൊഫഷണലായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു പെർമിഷനൊക്കെ കിട്ടുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് വീടുകളിലായാലും പ്രത്യേക ഒരു ഫീൽഡിലേക്ക് നമ്മൾ മാറാൻ ചോദിക്കുമ്പോൾ പാരൻസ് നമ്മളോട് ഒരു സംശയം ഉണ്ടാവും. കാരണം ഇത് എൻ്റെ കൊച്ച് വഴിതെറ്റി പോവോ, അല്ലെങ്കിൽ നമുക്കൊരു സന്യാസം, പ്രത്യേകിച്ച് സന്യാസത്തിൽ പറയുമ്പോൾ സന്യാസം അതിൽ തന്നെ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു സംശയം തന്നെയാണ് പ്രത്യേകിച്ച്. അപ്പം നമ്മുടെ പാരൻസ് എന്ന പോലെ തന്നെയാണ് നമുക്ക് ഇവിടെ സുപ്പീരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കതൊരു സംശയം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അവർ സന്തോഷിക്കുകയാണ്. സിസ്റ്റർ, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സിസ്റ്റർ ഈ ഒരു മിനിസ്ട്രി ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടും ആ സമയത്തും ഒക്കെ ആയിട്ട് ഒത്തിരി ആരോഗ്യപരമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സിസ്റ്റർ ഫേസ് ചെയ്യേണ്ടതായി വന്നതായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഞങ്ങളോടൊന്ന്. തീർച്ചയായും അതെനിക്കൊരു മിറക്കിള് പോലെ തന്നെ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യണം, എൻ്റെ ടെസ്റ്റിമണി. കാരണം 27 വയസ്സിലാണ് എനിക്ക് ഒരു റൂമാറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ശരിക്കും നിൽക്കാൻ പറ്റുന്നില്ല, വീൽ ചെയറിലായിരുന്നു. ഒരു 4 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഞാൻ ഈ ഒരു നടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നത്. ആ സമയത്താണ് ഈശോ ഒരു പുതിയൊരു വഴി എനിക്ക് തുറക്കാണ്. സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ അച്ഛൻ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് എടുക്കുകയാണ്.
ലിസ്ണിസ്റ്റേ മാധ്യമ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അന്ന് നമുക്ക് അതിനെക്കുറിച്ച് അത് ഇങ്ങനെ ഒരു മിനിസ്ട്രിയെക്കുറിച്ചും എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ചെറിയ വീഡിയോസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഇതിലേക്ക് പൂർണ്ണമായിട്ട് ഞാൻ മാറി നിൽക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ബിനോയച്ചനും അന്ന് മെസ്സേജ് എടുത്തത് 3 പേരോടും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയിരുന്നത്. അച്ഛൻ പറഞ്ഞു 6 മാസം ബുദ്ധിമുട്ടേണ്ടി വരും തീരുമാനം ശരിയാവാൻ, പക്ഷേ ഇപ്പോൾ പോണ ഫീൽഡ് അല്ല എന്ന് പറയും. എയ്മി സിസ്റ്റർ എന്നോട് പറഞ്ഞു, ലിസ്ണിസ്റ്റേ എന്തായാലും പിടിച്ചു നിൽക്കണം, പുതിയൊരു വഴിയാട്ടോ തുറക്കണേന്ന് പറയും. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ സ്റ്റുഡിയോ ചെയ്തിരിക്കുന്ന ഇതിലാണ് എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, ഞങ്ങളുടെ സുപ്പീരിയേഴ്സൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ വന്നിട്ട് ഞാനിങ്ങനെ പറയുകയാണ്, ധ്യാനത്തിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു മെസ്സേജാണ് കിട്ടിയെന്ന്. അപ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്യേ, നമുക്ക് നോക്കാം, പുതിയൊരു ഇതല്ലേ, നമുക്ക് ചിന്തിക്കാമെന്ന് പറയും. അങ്ങനെ 6 മാസം കഴിയുമ്പോഴാണ് എന്നോട് പറയുന്നത്, ലിസ്മി നമുക്ക് തുടങ്ങാം, ചെയ്യാമെന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെ സഭയുടെ ഒരു സപ്പോർട്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും എത്താനൊക്കെ ആയിട്ട് പറ്റിയത്. യുവജനങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സിസ്റ്റർ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ ആയിരിക്കും അവർ ഇത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണെന്ന് വിവരിക്കാമോ? തീർച്ചയായും. ഞാൻ ചിന്തിക്കുക, ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ 1 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് കുഞ്ഞനിയന്മാരും കുഞ്ഞനിയത്തികളും കിട്ടണമെങ്കിൽ ഇപ്പോൾ അവർ ഫുള്ള് സ്നാപ്പ്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നത്. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് മക്കൾ, യൂത്ത്, എനിക്ക് കുഞ്ഞനിയന്മാർ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞനിയത്തികളായാലും നമുക്ക് ഈ പഠിപ്പിച്ച് തരാനും അവരെ കൂടെ നിൽക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഞാൻ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാണ്, ഇത് അവർ കൊണ്ടുവന്നെന്താ, നമുക്ക് ഒരു കുഞ്ഞനിയൻ വിശുദ്ധനായാലോ. അപ്പം ശരിക്കും ഇവൻ്റെ ഒരു മാധ്യസ്ഥം തന്നെയാണ് ഞാനിപ്പോൾ തേടുന്നത് അവരെ നേടാനായിട്ട്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പും ഇതൊക്കെ ആയിട്ട് ജപമാലയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ. പിന്നെ ഈ തിരുശേഷിപ്പുകളെല്ലാം അവർ കൊണ്ടുവന്ന് തന്നതാണ്. ഞാൻ ചിന്തിക്കുക, ഞാൻ ഈ സ്റ്റുഡിയോയിൽ തനിയെ അങ്ങനെ വർക്കുകളൊക്കെ ആയിട്ട് പോകുന്നു. ഞാനൊരു വാദം ഉണ്ടല്ലോ, റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കുറേ പ്രാർത്ഥിക്കും. സിസ്റ്ററെ, അപ്പോൾ ഇത്ര യുവജനങ്ങളുമായിട്ട് ഇത്ര ഇൻവോൾവ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, അവർക്ക് എന്താണ് ഈ പുതിയ തലമുറയോട് സിസ്റ്ററിന് പറയാനുള്ളത്? ഞാൻ പറയാ, ലിസ്മിസ്റ്റ് അയ്യോ ഒന്നുമില്ല ചെയ്യാനായിട്ട്. എനിക്ക് എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ സമയം, ലിമിറ്റേഷൻസ്, അത് സന്യാസത്തിൽ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല കേട്ടോ, എനിക്ക് സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ രാത്രിയൊക്കെ പോയി ചെയ്യാനോ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ലിമിറ്റേഷൻസ് ആണുള്ളത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. ഞാൻ പൂർണ്ണ സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാനിപ്പോൾ പഠിപ്പിക്കാനൊക്കെ പോവച്ചാ, ഇപ്പം നമുക്ക് യൂത്തിന് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഫോട്ടോ വാക്ക് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ എന്തിനും സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാനായിട്ട്, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും. പക്ഷെ നന്മ ഏറ്റെടുക്കുമ്പോൾ അതായിരിക്കും അവസാനം വരെ ചിന്തിക്കാൻ. ഞാനിപ്പോൾ ഒരു ഇത് പറയാം, ഞങ്ങൾ ഒരുമിച്ച് കണ്ട ഒരു സിനിമയാണ് സർവം മായ. അതിലിപ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഡെലൂലുവിൻ്റെതായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ തരുന്നൊരു മെസ്സേജസ് ഉണ്ട്. ഈ യൂത്തന്മാരോട് പറയാം, നിങ്ങൾക്കും പറ്റും, ഇഷ്ടം പോലെ കണ്ടന്റ് ഇങ്ങനെ കെട്ടക്കാണ്. അവൻ നടന്ന് സഞ്ചരിച്ചു, പലസ്തീനയിലൂടെയൊക്കെ ഈശോ നടന്ന് സഞ്ചരിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവനങ്ങനെ ചെയ്തു. ശരിക്കും റീൽസ് തന്നെയായിരുന്നു അത് അല്ലേ? അതുപോലെ ഒരുപാട് റീൽസ് ചെയ്യാനുള്ള സാധ്യതകൾ ഇങ്ങനെ തുറന്നു കിടക്കുക, ചെയ്യണമെന്നേ. ഈ വിഷ്വലിനെ കുറിച്ച് മാത്രം ഞാൻ പറയുമ്പോൾ ഞാനിങ്ങനെ റീഡിങ്സിന് എതിരാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട്. ശരിക്കും വായന തന്നെയാണ് നല്ലൊരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക. നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെയും അതിലെ ഡയറക്ടേഴ്സിനോടോ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ഇവരോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അറിയാം, നല്ലൊരു വായന അവർക്കുണ്ടാവും. കാരണം ഇമാജിനേഷനാണ് പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വായന, ഇതിന് ഒട്ടും വായന ഇല്ലാത്തവർക്ക് നല്ലൊരു കഥ എഴുതാനായിട്ട് പറ്റുമോ എന്നൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ശരിക്കും വായന ഇല്ലാതെ നമുക്ക് നല്ലൊരു, ഇപ്പോൾ എഡിറ്റേഴ്സിനാണെങ്കിലും നമുക്കൊരു മെഡിറ്റേഷൻ തന്നെയാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ തന്നെ റീഡിങ്സിലൂടെയാണ് കൂടുതൽ കിട്ടുക. സിസ്റ്ററെ, ഒരുപാട് തിരക്കുകളുണ്ടെന്നറിയാം.
സ്റ്റുഡിയോയിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ തിരക്കുകൾക്കിടയിലും എങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതവും സിസ്റ്ററിൻ്റെ ഈ ജോലിയും അത് ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്? ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ റിലീജിയസിന് പ്രെയർ ലൈഫാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം സിസ്റ്ററിന് എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ഈ ഒരു ഉത്തരവാദിത്വവും ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്? തീർച്ചയായും ഒരു ക്യാമറ നണ്ണിനോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. കാരണം ഇവിടെ പലരും പറയും രാത്രിയും പകലും ഒക്കെ വർക്ക് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ അതിന് പറയുകയാണ്, നമുക്ക് കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സഭ തരുന്ന ആ ഒരു ടൈം, പ്രയറിനുള്ള ടൈം നമ്മൾ കളയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിറ്റിയോട് കൂടി ആയിരിക്കുക. കമ്മ്യൂണിറ്റിയുടെ പ്രാർത്ഥനകളിൽ ഇപ്പോൾ കുർബാന, നമ്മളുടെ കാനോനിക്കൽ പ്രേയേഴ്സ് എല്ലാം നമ്മളായിരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു എനർജി കിട്ടുന്നത്. രാത്രി പകലാക്കേണ്ടി വരും. കാരണം രാത്രി ഇപ്പോൾ കൂടുതൽ അധ്വാനം കൂടിയപ്പോൾ എനിക്ക് കൂടുതൽ വീക്കായി. ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിലാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈശോ കൂടെ ഉണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒരു വഴി ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ജനങ്ങൾ തന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, അതെന്നും കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കയ്യിൽ ജപമാലയും മറുകൈയിൽ ക്യാമറയായി സിസ്റ്റർ. എപ്പോഴും അങ്ങനെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്ററെ, വളരെ മനോഹരമായ ഒരു സ്റ്റുഡിയോയാണ്. വന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരു ബിഗ് ബഡ്ജറ്റിൽ തീരേണ്ട ഒരു സ്റ്റുഡിയോയാണ് ഇത്. തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് ആവേണ്ടതാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ കേട്ടു അധികം തുകയൊന്നും ആയില്ല, സിസ്റ്റർ ഒത്തിരി അധ്വാനിച്ചതായിട്ട് കേട്ടു. സിസ്റ്ററും 1-2 പേര് കൂടി ചെയ്തതാണ് സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഇത്ര ലോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ഈ ഒരു മനോഹരമായ സ്റ്റുഡിയോ തീർക്കാൻ പറ്റിയതെന്ന്? ശരിക്കും അതൊരു അത്ഭുതം തന്നെയാണ്. ഞാനതിന് പരിശുദ്ധ അമ്മയോട് ഒരുപാട് നന്ദി പറയാം. കാരണം എനിക്കങ്ങനെ, ഞാനൊരു എഞ്ചിനീയർ അല്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ ഒന്നും അറിയില്ല. അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് എഞ്ചിനീയേഴ്സ് വന്ന് ഇങ്ങനെ ബഡ്ജറ്റ് ഇട്ടപ്പം എനിക്ക് വിഷമം തോന്നി. അത്രയും ലക്ഷങ്ങൾ ചിലവാക്കാൻ നമുക്കില്ല. അപ്പോൾ അതൊരു സങ്കടം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു മാസം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പം അങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ 3 കാർപ്പൻറ്റേഴ്സിനെ വെച്ച് നമുക്കത് ചെയ്താലോ എന്ന്. അവരും നല്ല മനുഷ്യരായിരുന്നു, ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അമ്മയുടെ മാധ്യസ്ഥ സഹായം തന്നെ ഞാൻ പറയും. അമ്മ കൂടെ നടന്ന് ഓർമ്മപ്പെടുത്തി ചെയ്യിപ്പിച്ചിങ്ങനെ, ശരിക്കും നല്ലൊരു എഞ്ചിനീയറാണ് പരിശുദ്ധ അമ്മ. കാരണം ഇങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള കുറേ ഐഡിയാസ് അങ്ങനെ തരുമായിരുന്നു. അപ്പോൾ ഇത്രയും മനോഹരമായ സ്റ്റുഡിയോ ചെറിയ ബഡ്ജറ്റിൽ തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരുപാട് വലിയ അത്ഭുതം തന്നെയാണ്. ഫ്രാൻസിസ് പിതാവിനെ കാണാൻ ഒരു ബ്ലെസ്സിങ് വാങ്ങിക്കാനൊക്കെ സിസ്റ്ററിന് പറ്റിയതായിട്ട് കേട്ടു. ഒരു നല്ലൊരു ചിത്രം ഇവിടെ സിസ്റ്റർ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഭിത്തിയിൽ നിന്ന് ഊരിയെടുത്തതാണ്. ഫ്രാൻസിസ് പിതാവിനെ കാണുകയും ലോഗോ ബ്ലെസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകരായിട്ട്? ഇത് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് പിതാവ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മുടെ പുതിയൊരു ലോഗോ പിതാവിനെ കൊണ്ട് ബ്ലെസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരിയിൽ വത്തിക്കാനിൽ പോകാനായിട്ട് പറ്റി. വത്തിക്കാനിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാതറിങ്ങിൽ പാനലിസ്റ്റായിട്ട് ക്ഷണിക്കുകയാണ്. ഒരു ചിലവില്ലാതെ ഞാൻ ഒരു മാസം വത്തിക്കാനിൽ, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ജസ്റ്റ് വത്തിക്കാനൊക്കെ ഇങ്ങനെ കാണാന്ന് പറഞ്ഞാൽ TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിതാവിന് തൊടാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു വിശുദ്ധൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നേടാൻ പറ്റി. അതിനടുത്ത് തന്നെ താമസിക്കാൻ പറ്റും. എൻ്റെ വിൻഡോ തുറക്കുമ്പോൾ തന്നെ വത്തിക്കാൻ കാണാം. അത്രയും ഇതിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ. ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ആ ക്യാമറയും അതെ, പിതാവ് എനിക്ക് ബ്ലെസ് ചെയ്ത് തരുമായിരുന്നു. അത് ഭയങ്കര സന്തോഷം ഉണ്ടായത്, സമാനുഭവമായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഫെയ്ത്ത് ടോക്കിൻ്റെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ടൈമായി. നല്ല കുറച്ച് സമയങ്ങളായിരുന്നു സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ സമയങ്ങൾ. അപ്പോൾ സിസ്റ്ററിന് ഒത്തിരി നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് തിരക്കുള്ള സിസ്റ്ററാണ്, ഒത്തിരി ജോലികൾ ബാക്കിയുണ്ട്, ആരോഗ്യപരമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സിസ്റ്ററിനുണ്ട്. എന്നിട്ട് സിസ്റ്ററെ ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചതിന് ഞങ്ങൾ ക്ലാരിറ്റി മീഡിയയുടെ പേരിൽ നന്ദി പറയുകയാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ മിനിസ്ട്രിയൊക്കെ ഏറ്റവും ഭംഗിയുള്ളതാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ ഒത്തിരി അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി സിസ്റ്ററിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. കാരണം എൻ്റെ ജീവിതം തന്നെ ഒരു മിറക്കിളാണ്. അപ്പോൾ അതൊരു പ്രഘോഷിക്കാനൊരു അവസരം എന്നായിട്ട് ഞാൻ കാണുന്നു. നന്ദി.